ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻ എക്സ്പ്ലെയിനർ. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മാർഷൽ സീസൺ 2 എപ്പിസോഡ് 2 ആണ്. ഈ ചാനൽ 1.5K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ ഈ സപ്പോർട്ട് ഇനിയും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മാർഷൽ മാജിക് ആൻഡ് മസിൽസിനെ മലയാളം എക്സ്പ്ലനേഷൻ ചെയ്യുന്ന ഒരേ ഒരു ചാനൽ അത് ഈ ഒരു ചാനലാണ്. സോ മുന്നോട്ടുള്ള മാർഷൽ മാജിക് ആൻഡ് മസിൽസിന്റെ മലയാളം എക്സ്പ്ലനേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു മാർഷൽ ഇൻട്രോയിൽ ഒരു മ്യൂസിക് പോകുന്നുണ്ട്. അതൊരു എനിമി ഫാൻ എന്തായാലും കേട്ടിരിക്കുന്ന ഒരു സോങ് ആയിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ആ പാട്ട് അറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പാട്ട് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യുന്ന ഒരു സോങ് തന്നെയാണ് അത്. അപ്പോൾ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന മാർഷൽ സീസൺ 2 എപ്പിസോഡ് 2. എപ്പിസോഡ് എവിടെ വെച്ച് തീർന്നു അവിടെ നിന്ന് തന്നെയാണ് എപ്പിസോഡ് 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൊഫസർ വോൾബർഗും പിന്നെ റെയിനിംസും വരുന്ന കാണിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡെസേർട്ട് ഡിവൈൻ മിഷണറി അവന്റെ പേര് ആൾട്ടർ എന്നാണ്. അപ്പോൾ ആൾട്ടർ പറയുകയാണ്, മിസ്റ്റർ വോൾബർഗ് ഇനി അവൻ എൻക്വയറി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാര്യം അവനുള്ള എൻക്വയറി ഒക്കെ കഴിഞ്ഞു. നാഷണലിലെ ചാൻസ് എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അവന് കൊടുക്കേണ്ട മരണശിക്ഷയാണ് ഈ ഒരു കാരണത്തിന്. ഓൾട്ടർ നിങ്ങളൊരു ഡിവൈൻ മിഷണറിയാണ്. അപ്പോൾ അതിന്റെ ഒരു പക്വതയെ ചിന്തിച്ചു നോക്കും. ഇന്നസെന്റ് സീറോ ആദ്യമായിട്ടാണ് ഒരാൾക്ക് വേണ്ടി ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത്. അത് മാഷിന് വേണ്ടിയാണ്. അതും അവരയച്ച വെറും മെസ്സേജ് അല്ല, ഒരു പാരസൈറ്റ് വഴിയാണ് അവരെ മെസ്സേജ് അയച്ചത്. അതുകൊണ്ട് നമുക്ക് മാഷിലെ പ്രൊട്ടക്ട് ചെയ്താലേ പറ്റും. അതുപോലെ തന്നെ നമുക്കുള്ളൊരു ചാൻസ് ഉണ്ട്. നമുക്ക് ഇന്നസെന്റ് സീറോയുടെ മാഷിലെ വെച്ച് പിടിക്കാന്ന് പറയാണ് വോൾബർഗ്. അപ്പൊ മാഷിൽ പറയാണ് എന്തിനാണ് ഇങ്ങനെ ഇത്ര റെസ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ പറയുന്നുണ്ട് ഗ്രാൻസ് പറയുകയാണ്, പ്രൊഫസർ വോൾബർഗിന്റെ പ്രൈം ഏജിൽ പ്രൊഫസർ അറിയപ്പെട്ടിരുന്നത് ലിവിംഗ് ലെജൻഡ് എന്നാണ്. മാജിക് ഗ്രഹത്തിൽ വെച്ചതിന് ഏറ്റവും സ്ട്രോങ്ങറും പവർഫുള്ളും ഭയങ്കര സ്മാർട്ടും ആയിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു പ്രൊഫസർ വോൾബർഗിന്റെ പ്രൈം ഏജ്. അതുപോലെ തന്നെ പ്രൊഫസർ വോൾബർഗ് ഒരു ഫോർമർ ഡിവൈൻ മിഷണറിയും കൂടെ ആണെന്ന് പറയുകയാണ് മാഷിനോട്. മിസ്റ്റർ വോൾബർഗ് എല്ലാവർക്കും റൂൾസ് ഒരുപോലെയാണ്. അപ്പൊ ഇവരുടെ ശിക്ഷ നമുക്ക് കൊടുത്താലേ പറ്റുള്ളൂ എന്ന് ആ ഓൾട്ടർ പറയുകയാണ്. അപ്പോൾ വോൾബർഗ് അയാളുടെ ഹാറ്റ് ഊരിയിട്ട് അവരടുത്ത് താഴ്ന്ന് പറയുകയാണ്, മാജിക് യൂസ് ചെയ്യാൻ പറ്റാത്തവർ ഹിസ്റ്ററിയിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ മാഷിൽ ആ ഒരു കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. അവന് പറ്റിയൊരു ലക്ഷ്യം അവനുണ്ട്. അതുപോലെ തന്നെ അവൻ വിചാരിച്ച ഈ ഒരു മാജിക് ഗ്രഹത്തിനെ മാറ്റാനുള്ള കഴിവ് അവനുണ്ടെന്ന് പറയാണ് മിസ്റ്റർ വോൾബർഗ്. അപ്പോൾ ഓൾട്ടർ പറയുകയാണ്, മിസ്റ്റർ വോൾബർഗ് നിങ്ങൾ ഇത്രയും താഴ്ന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ തന്നെ അവിടെ റെയിനെയിംസും കൂടെ താഴ്ന്ന് പറയുകയാണ്, ഞാനും മിസ്റ്റർ വോൾബർഗിന്റെ ഒരു സെന്റൻസ് യോജിക്കുന്നു എന്ന് റെയിനെയിംസ് പറയുകയാണ്. പക്ഷെ മാജിക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരാളെ നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യും. അത് വെളിയിൽ പറഞ്ഞ ആൾക്കാരെ വിചാരിക്കുമെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡിവൈൻ മിഷണറീസും ഒരേപോലെ പറയുകയാണ്. അപ്പോൾ നേരത്തെ മാഷിനെ രക്ഷിച്ച് ആ മറ്റേ ലോയറോട് വന്നിട്ട് പറയുകയാണ്, മാഷിന്റെ ജീവൻ രക്ഷിച്ചു. അതുകൊണ്ട് തന്നെ മാഷിനെ ഈ ഒരു കേസിൽ നിന്നും ഞാൻ ഒഴിവാക്കിയെന്ന് പറയാണ് ആ ഒരു ലോയർ. ഓൾട്ടർ പറയാണ്, ഓക്കെ ശരി കുഴപ്പമില്ല, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവനെ ഞാൻ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇവൻ ഒരിക്കലും ഈ ഒരു മാജിക് റെലം വിട്ട് പോകാൻ പാടില്ലെന്നും പറയാം. അതുപോലെ തന്നെ വരാൻ പോണ ഡിവൈൻ മിഷണറി എക്സാമിൽ ഇവൻ അതിൽ യോഗ്യപ്പെട്ടവനാണ് എന്ന് അവൻ പ്രൂവ് ചെയ്യണം. അപ്പോൾ മാഷിലൂടെ പറയാണ്, എന്റെ ഫാമിലി ഞാൻ ലാവിഷായിട്ട് ജീവിക്കാൻ വേണ്ടി, എന്റെ ഫ്രണ്ട്സിന് നല്ലതിന് വേണ്ടി, ഹെഡ് മാസ്റ്ററിന് വേണ്ടി ഞാൻ ആ ഇന്നസെന്റ് സീറോ എന്നൊരു ഗ്യാങ്ങിനെ മൊത്തത്തിൽ ക്യാപ്ചർ ചെയ്യും എന്ന് മാഷിൽ പറയുകയാണ്. അതിനുശേഷം മാഷിൽ ഈ കാര്യം അവൻ്റെ ഫ്രണ്ട്സിനടുത്ത് പറയാണ്. ഫ്രണ്ട്സൊക്കെ ഇത് കേട്ട് നെട്ടുകയാണ്. അപ്പോഴാണ് ലാൻസൂരെ മനസ്സിലാക്കുന്നത് ഇവന് മാജിക് യൂസ് ചെയ്യാൻ പറ്റൂല. അവിടെ ബാരറ്റി പറയാണ്, നമ്മളെപ്പോഴും സ്കൂള് പഠിത്തം അസൈൻമെന്റ് ഇതിനെ പറഞ്ഞ് പൊക്കോണ്ടിരിക്കുകയല്ലേ, ഇന്ന് നമുക്ക് വെക്കേഷനിൽ പോകാന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ്. അപ്പോൾ ഫിന്നെ അവരെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ ഫിന്നെ ചെറിയൊരു പേടിയുണ്ട്. കാര്യം ഇത്രയും കാലം പഠിത്തം മാജിക് എന്ന് പറഞ്ഞ് നടന്ന ഒരുത്തം പെട്ടെന്ന് വെക്കേഷൻ എന്ന് പറയുമ്പോൾ അവന് ചെറിയ പേടിയുണ്ട് അതിൽ. അതുപോലെ തന്നെ ഫിന്നെ ഒരു കാര്യത്തിൽ എക്സൈറ്റഡ് ആണ്. അവരൊക്കെ യൂണിഫോമിനല്ലാതെ കളർ ഡ്രസ്സിൽ എങ്ങനെ ഇരിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോഴാണ് അവിടെ ബാരറ്റ് വരുന്നത്. ബാരറ്റ് ഇട്ടുള്ള ഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ ഒരു ആർമറിയാണ്, ഒരു വലിയൊരു ആർമറി. അത് കഴിഞ്ഞ് മാഷിൽ നോക്കുമ്പോഴാണ് മാഷിലാണ് വർക്കൗട്ട് ഡ്രസ്സ് വന്നത്. എൻ്റെ മാഷിൽ പറയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഫ്രണ്ട്സിലൂടെ പുറത്ത് പോകുന്നത്, അതുകൊണ്ട് എനിക്ക് ഏത് ഡ്രസ്സ് ഉണ്ടോന്ന് അറിയില്ല. അപ്പോഴവിടെ ലാൻസ് ഒരു ക്ലീൻ ഡ്രസ്സ് ഇട്ടാണ് വന്നത്. പക്ഷെ മാഷിൽ അവൻ്റെ കോട്ട് ഊരിപ്പോഴാണ് മനസ്സിലായത് അവൻ അനിയത്തിൻ്റെ ഒരു ടീഷർട്ടാണ് ഭാഗത്തിട്ടിരിക്കുന്നത്. അവിടുന്ന് കട്ട് ചെയ്ത് തൊട്ടടുത്ത ഷോട്ടിൽ ഫിൻ എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിച്ചിട്ട് ഒരിടത്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഫിന്ന് പറയാണ്, നമുക്ക് ആ ഒരു ആരോ വേവിംഗ് ഗെയിം കളിക്കാം. ആ ഒരു ഗെയിം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡോളർ തുമ്മിപ്പിക്കണം. ആ ഒരു ഡോളർ തുമ്മുമ്പോൾ ക്രിസ്റ്റൽസ് ആണ് വരുന്നത്. ആ ക്രിസ്റ്റൽസ് ആ ഒരു എയിമിൽ കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ അവർ പറയുന്ന സമ്മാനം കിട്ടുമെന്ന് പറയാണ്. എന്നെ കൊണ്ട് പറ്റുമ്പോൾ മാച്ചിൽ ഓടിപ്പോയിട്ട് അതിനെ തുമ്മിപ്പിക്കാൻ നോക്കിയാണ്. അപ്പോൾ ബാറ്റ് അവനെ കളിയാക്കിയാണ്. ആദ്യമായിട്ട് കളിക്കുന്ന യവൻ എന്ത് മനസ്സിലാവുന്നു. അപ്പോഴാണ് ബാറ്റിന്റെ തലയിൽ ആ ഒരു ക്രിസ്റ്റൽ വരുന്നത്. ഇത് കിട്ടിയ ദേശത്തിൽ ബാറ്റ് ഓടിപ്പോയിട്ട് ആ ഡോളിനെ തുമ്മിപ്പിക്കുകയാണ്. ആ ക്രിസ്റ്റൽ കൃത്യമായിട്ട് മാഷിലെ തലയെ കൊണ്ട് വീഴുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ അവർ നാലുപേരും വേറെ സ്ഥലത്ത് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാൻസ് മാഷിനോട് പറയുകയാണ്, ഡിവൈൻ മിഷണറി എക്സാം ഈ വർഷം പെട്ടെന്ന് നടക്കാൻ പോവുകയാണ്. അത് വേറെ ആരും കാരണമല്ല, ആ ഇന്നസെന്റ് സീറോ കാരണമാണ്. നമ്മളുടെ ടീമിലാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻസ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഡിവൈൻ മിഷണറീസ് ആയി മാറും. ഇൻ കേസ് എനിക്ക് ഡിവൈൻ മിഷണറി ആവാൻ വേണ്ടി നിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യേണ്ടി വന്നാൽ ഞാൻ ഫൈറ്റ് ചെയ്യും. ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ ഞാൻ ഫൈറ്റ് എന്ന് പറയാണ് ലാൻസ്. അങ്ങനെ ഒരു സംസാരിച്ച് വന്ന് ഒരു മാജിക് വാനിന്റെ ഷോപ്പിലാണ്. ആ ഒരു ഷോപ്പ് കീപ്പർ പറയാണ്, നിങ്ങൾ വളരുന്നതോടൊപ്പം നിങ്ങളുടെ മാജിക്കും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. അതിനകത്തുള്ള മാജിക് വാൻഡ് നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ പിന്നെ ഒരു കടലിന് സെൻട്രി വന്നിട്ട് അവൻ കൈ പൊക്കുകയാണ്. അപ്പോൾ അവന്റെ മാജിക് കാരണം, അവന്റെ മാജിക്കിലെ പവർ കാരണം ഒരു വാൻഡ് അവന്റെ കയ്യിൽ വരികയാണ്. കുറെ നാളെ ഞാനും മാജിക് വാൻഡ് ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ലാൻസ് വന്ന് കൈ പൊക്കി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ലാൻസിന്റെ കയ്യിൽ ഒരു മാജിക് വാൻഡ് വരികയാണ്. ഇത് കണ്ട ഷോപ്പ് കീപ്പർ പറയാണ്, ഇത് ഭയങ്കര റെയർ ആയിട്ടുള്ള മാജിക് വാൻഡ് ആണ്. ഇത് അത് ആർക്കും കിട്ടാറില്ല. അതിനകത്തുള്ള മാജിക് സ്ട്രെങ്ത് വേണോ,
ഇത് കണ്ട് ബാരറ്റ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ആ ഷോപ്പ് കീപ്പർ മാഷിലെടുത്ത് റെക്കമെൻഡ് ചെയ്യാണ് ഒരു മാജിക് വാൻഡ് എടുക്കാൻ വേണ്ടി. മാജിക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഇവൻ ഇതിന് മാജിക് വാൻഡ് വരുത്തുമെന്ന് ഫിൻ ആലോചിക്കുകയാണ്. മാഷിൽ ഇതിനെ ചുറ്റിലും നോക്കുമ്പോൾ അവന്റെ ശ്രദ്ധയിൽ ഒരു വാൻഡ് കാണുകയാണ്. ഒരു അയൺ വാൻഡ്, ഒരു തറയിൽ കിടക്കുന്ന ഒരു വാൻഡാണ്. അപ്പോൾ മാഷിൽ ആ ഷോപ്പ് കീപ്പറിനടുത്ത് ചോദിക്കുകയാണ് അതെന്താ ഒരു വാൻഡ് മാത്രം താഴെ കിടക്കുന്നത്. അപ്പോൾ ഷോപ്പ് കീപ്പർ അതിനെ പറ്റിയുള്ള ഒരു കഥ അവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു വാൻഡ് വർഷങ്ങളായിട്ട് താഴെ കിടക്കുകയാണ്. ആ ഒരു വാൻഡ് എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു വെള്ളം വരും. ആ വെള്ളം ഉപയോഗിച്ച് ഇഷ്ടംപോലെ വാൻഡ് ഉണ്ടാക്കാൻ പറ്റും. അത് വെച്ചാണ് മുമ്പത്തെ ഈ വാൻഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. എത്ര ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ഒരാൾ വന്നിട്ട് പോലും ഈ ഒരു മാജിക് വാൻഡ് എടുക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ മാജിക് കൊണ്ടും ഈ ഒരു വാൻഡ് എടുക്കാൻ പറ്റിയിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ ഒരു ട്രൈ ചെയ്ത് നോക്കാൻ ആ ഷോപ്പ് കീപ്പർ മാഷിനോട് പറയണം. അപ്പോൾ ഫിന്നും ബാരറ്റ് ആലോചിക്കണം എന്തിനാണോ താൻ അവൻ്റെ അടുത്ത് പറയാൻ പോയത്. അപ്പോൾ മാഷിൽ ആ ഒരു വാൻഡിന്റെ അടുത്ത് പോയിട്ട് സിമ്പിളായിട്ട് അയൺ വാൻഡ് അവന്റെ കൈ കൊണ്ട് പൊക്കുകയാണ്. മാഷിൽ ആ വാൻഡ് എടുത്തതും ആ ഇത്രയും കാലം ബ്ലോക്ക് ചെയ്ത ഒരു വാട്ടർ അവിടെ വരികയാണ്. ഇത് കണ്ട ഷോപ്പ് കീപ്പർ ഒരു നെട്ടുകയാണ്. അത് വെറും ഒരു വെള്ളമല്ല, ആ ഒരു വെള്ളം ഒരു മാജിക്കൽ വാട്ടറാണ്. ആ ഒരു വാട്ടർ വെച്ചിട്ടാണ് മാജിക്കൽ വാൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഇത്രയും കാലം വെയിറ്റ് ചെയ്യുന്ന ട്രഷർ എനിക്ക് തന്നലോടാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷോപ്പ് കീപ്പർ ഹാപ്പി ആവുകയാണ്. അവിടെ കട്ട് ചെയ്ത് പിന്നെ ലെമണും പിന്നെ മറ്റേ ബ്രൂമിലത്തെ ക്യാപ്റ്റനും വരികയാണ് അവരുടെ അടുത്ത്. അതിന് അവരെല്ലാവരും അവരുടെ വെക്കേഷൻ ടൈംസ് അവർ അടിച്ചു വിളിക്കുകയാണ്. ഞാൻ എന്റെ സ്റ്റുഡന്റ് ലൈഫ് ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ബാരറ്റോടെ വലിച്ചു പറയുകയാണ്. ഞാൻ എന്റെ ലൈഫിൽ ഇതൊരു ഫ്രണ്ട്സുമായിട്ട് ഇതിനെ കറങ്ങിയിട്ടില്ല, അതുപോലെ തന്നെ ഇത്രയും ഫണ്ണായിട്ട് എൻജോയ് ചെയ്തിട്ടില്ല. അതിനൊക്കെ താങ്ക് യു, ഇതിന് ഭയങ്കര ഫണ്ണായിരുന്നു മാഷിൽ പറയണം അവരുടെ അടുത്ത്. അവിടെ നിന്ന് കട്ട് ചെയ്ത് മാഷിൽ അവന്റെ ഗോൾഡ് കോയിൻസ് എണ്ണുകയാണ്. അവന്റെ ടോട്ടലി 7 ഗോൾഡ് കോയിൻസ് ഉണ്ട്. ഡിവൈൻ മിഷണറി സെലക്ഷൻ പെട്ടെന്ന് ആരംഭിക്കും. പക്ഷേ അതിന് മുമ്പ് തന്നെ എനിക്കൊന്ന് വീട്ടിൽ വരെ പോയിട്ട് വരണം എന്നും പറഞ്ഞ മാഷിൽ അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഒരു ഫ്ലാഷ് ബാക്ക് പറയാണ്. അവൻ റെയിനെയിംസ് എടുത്ത് പെർമിഷൻ ചോദിക്കുകയാണ് എനിക്കൊന്ന് വീട്ടിൽ പോയിട്ട് വരാമോ. ഏടാ ഡിവൈൻ മിഷണറി സെലക്ഷൻ എക്സാം ഇത്രയും അടുത്തിരിക്കുകയാണ്, അപ്പോൾ തന്നെ എനിക്ക് വീട്ടിൽ പോയിട്ട് വരണമെന്ന് ചോദിക്കുകയാണ് മാഷിലിനോട്. അവൻ അത് കുഴപ്പമില്ല ഞാൻ പോയിട്ട് വന്നോളാന്ന് എയിംസിനോട് മാഷിൽ പറയുകയാണ്. ഈ ഫ്ലാഷ് ബാക്ക് എന്തിനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് പിന്നെ ആലോചിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ ഓൾട്ടറിനെ കാണിക്കണം. ഓൾട്ടർ ഒരു ഹയർ ലെവൽ മജീഷ്യന് മുമ്പിൽ നിൽക്കുകയാണ്. ആ മജീഷ്യന്റെ പേരാണ് മാഗ്രറ്റ് മാക്രോ. പ്രൊഫസർ വോൾബർഗിന് നല്ല വയസ്സായതുകൊണ്ട് തന്നെ അങ്ങേർക്ക് നല്ല ഡിസിഷൻ എടുക്കാൻ അറിയില്ല. അങ്ങനെ ഇതിനെ അങ്ങ് പോവുകയാണെങ്കിൽ അവനെ പിടിച്ച് ഡിവൈൻ മിഷണറി ആക്കും. അപ്പോൾ മാഗ്രറ്റ് മാക്രോ പറഞ്ഞവൻ പറയാണ് ഇത്രയും സില്ലിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോക്കാറില്ല, നീ പോയിട്ട് എന്നെ നിലവാരത്തിന് പറ്റിയ വല്ല പണിയുണ്ടെങ്കിൽ പറയുകയാണ് ആ മാഗ്രറ്റ് മാക്രോ പറഞ്ഞ. അവന് തടസ്സം വരുന്ന എല്ലാവരും അവൻ തോപ്പിച്ചുകൊണ്ടിരിക്കും എന്ന് ആൾട്ടർ പറയാണ്. അപ്പൊ മാക്രോ ചോദിക്കുകയാണ് അതിനിപ്പോ എന്താ കാര്യം. ഓൾട്ടർ പറയാണ് അവൻ മാജിക് യൂസ് ചെയ്താണ് അവൻ ശത്രുക്കളൊക്കെ തോപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ മാഗ്രറ്റ് ഇവിടെ എക്സൈറ്റഡ് ആവുകയാണ്. അവന്റെ ഫുഡ് അവൻ താഴെ ഇട്ടിട്ട് അവൻ പിയാനോ വായിക്കാൻ പോകുകയാണ് എക്സൈറ്റഡ് ആയിട്ട്. അപ്പോൾ ഓൾട്ടർ ബാക്ക്ഗ്രൗണ്ടിൽ പറയുകയാണ് നീ എന്ത് വേണോ ചെയ്തോ, പക്ഷെ നിന്റെ പേരിൽ ഒരു റെഡ് മാർക്ക് വീഴാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിന്റെ പേര് അതിൽ വീഴാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം എന്ന് അവൻ പറയണം. ഓൾട്ടർ അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ മാഷിലിനെ കാണിക്കണം. മാഷിൽ അവന്റെ വീട്ടിൽ അവന്റെ അച്ഛനാണ് പോയിരിക്കണം. അവന്റെ കൂടെ അവന്റെ ഫ്രണ്ട്സും ഉണ്ട്. ഇത് കണ്ട് മാഷിലെ അച്ഛൻ ഹാപ്പി ആവുകയാണ്. കാരണം മാഷിലെ ഫ്രണ്ട്സ് ചെറുപ്പം തൊട്ടേ ആരുമില്ല. കാര്യം മാഷിലിനെ പുറത്തൊന്നും വിടാറില്ല അവന്റെ അച്ഛൻ. സ്കൂളിൽ പോയിട്ട് നിനക്ക് ഇത്രയും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായോ പറഞ്ഞിട്ട് അവന്റെ അച്ഛൻ സന്തോഷത്തോടെ കരയുകയാണ്. എന്റെ മാഷിലെ ഫ്രണ്ട് എന്ന് പറഞ്ഞ കാട്ടിൽ നമ്മൾ ബ്രദേഴ്സ് ആണ്, നമ്മൾ ബഡീസ് ആണെന്ന് പറയാണ്. അത്രയ്ക്ക് ഉണ്ടോ എന്റെ മോനെന്ന് അവന്റെ ആലോചിക്കുകയാണ്. ഹായ് അച്ഛ, ഞാൻ മാഷിലെ ഫ്യൂച്ചറിൽ കെട്ടാൻ പോണെ പറഞ്ഞിട്ട് ലെമൺ പറയുകയാണ്. ഇത് കണ്ട് അവന്റെ അച്ഛൻ നെട്ടുകയാണ്. എന്റെ മോന് ഫിയാൻസി ഉണ്ടോ എന്ന് മാഷിലെ അച്ഛൻ ആലോചിക്കുകയാണ്. അതിനുശേഷം ബാരറ്റും ലാൻസും വീട്ടിൽ ആദ്യമായിട്ട് വന്നുകൊണ്ട് തന്നെ അവന്റെ അച്ഛന് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം മാഷിലും ലാൻസിലും ലെമണും ബാരറ്റും ഒക്കെ അവിടെ ഓടിക്കളിക്കുകയാണ് അവൻ വീണ്ടും. അവിടെ നോർമലായിട്ട് ഫിന്ന് മാത്രമാണ് നിൽക്കുന്നത്. അപ്പോൾ ഫിന്നിനോട് മാഷിലെ അച്ഛൻ ഒരു കാര്യം പറയുകയാണ്. ഇത് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാര്യം നിങ്ങളൊക്കെ മാഷിൽ ഇപ്പോൾ ഫ്രണ്ട്സ് ആയിട്ടുണ്ടല്ലോ. കാര്യം അവന്റെ സീക്രട്ട് അറിയാതിരിക്കാൻ വേണ്ടി അവനെ 4 ചുമരിലിട്ടാണ് വളർത്തിയത്. ഇപ്പൊ നിങ്ങളെ കണ്ടല്ലോ, നിങ്ങൾ എപ്പോഴും മാഷിലിനെ എപ്പോഴും ഹാപ്പി ആയിരുന്നെന്ന് പറയാണ് മാഷിലിന്റെ അച്ഛൻ ഫിന്നിനോട്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ മാഗ്രറ്റിനെയും പിന്നെ അവന്റെ 2 കൂട്ടാളികളെയും കാണിക്കുകയാണ്. അല്ല മറ്റവന്റെ പേരെന്തായിരുന്നു മാഗ്രറ്റ് അവന്റെ അസിസ്റ്റന്റ് ചോദിക്കുകയാണ്. അവർ 3 പേരും ഇതിനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ സോഡ് മഴ പെയ്യുന്നത്. ഈ സോഡ് കണ്ടാലേ മനസ്സിലാവും ഇപ്പൊ ഇവിടെ ആരാണ് വന്നതെന്ന്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യുക. ജസ്റ്റ് വീഡിയോ ഇപ്പോൾ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് കമന്റ് ഇട്ടാലും മതി. അവിടെ വന്നത് വേറെ ആരുമില്ല, റെയിനെയിംസ് ആണ്. ഒരു ഭയങ്കര വീടായിട്ടുള്ള സൗണ്ട് കേട്ടാണ് ഞാൻ ഈ ഫോറസ്റ്റിലോട്ട് വന്നതെന്ന് പറയാണ് റെയിനെയിംസ്. ഈവിൾ ആയിട്ടുള്ള മാക്രോ മാഷിനെ അറ്റാക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനിടയ്ക്ക് റെയിനെയിംസ് അവനെ തടയുകയാണ്. അവിടെ വെച്ച് ഈ എപ്പിസോഡ് തീരുകയാണ്. ഗായ്സ്, നിങ്ങൾ എല്ലാവരും ഡിവൈൻ മിഷണറി എക്സാം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കാര്യം അവിടെ തൊട്ട് പിന്നെ വേറെ ലെവലായിട്ട് പോകാൻ അവിടെ തൊട്ട് സീസൺ 2 ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇടാൻ വേണ്ടി ഒരു ദിവസം ലീവ് എടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഇന്ന് വീഡിയോ ഇടുകയാണെങ്കിൽ പിന്നെ മറ്റന്നാൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കാറുള്ളൂ. ചിലപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് തൊട്ടടുത്ത ദിവസം ഞാൻ വേറെ വീഡിയോ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാഷിലെ സീസൺ 2 മലയാളം എക്സ്പ്ലനേഷൻ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റന്നാൾ എപ്പിസോഡ് 3 കാണാം. ആൻഡ് ദിസ് ഇസ് യുവർ അലൻ എക്സ്പ്ലെയിനർ സൈനിങ് ഔട്ട്.